ഹായ് ചിൽഡ്രൻസ്, വെൽക്കം ടു മൈ ചാനൽ ലോഡ് സ്റ്റാർ. നമ്മളിന്നിവിടെ വസന്ത് പാഠ്യപുസ്തകത്തിലെ 6th ചാപ്റ്ററായ പാർ നസർ കെ എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. പാർ നസർ കെ മീനിങ് എന്താ? ലുക്ക് ബിയോണ്ട് എന്നാണ് പാർ നസർ കെ. ലെറ്റ്സ് സ്റ്റാർട്ട്. वह एक सुरंगनुमा रास्ता था. आम आदमी के लिए इस रास्ते से होते हुए जाने की मनाही दी, लेकिन छोटू ने एक दिन अपने पापा का सिक्योरिटी पास लिया और जा पहुंचा सुरंग में. फिर क्या हुआ? वह एक सुरंगनुमा रास्ता था. അത് ഒരു തുരങ്ക വഴിയായിരുന്നു. സുരംഗനുമ മീൻസ് ടണൽ. അപ്പോൾ ഒരു ടണലിലൂടെയുള്ള ഒരു വഴിയായിരുന്നു അത്. ആം ആദ്മി കെ ലിയെ ഇസ് രാസ്തേ സെ ഹോത്തെ ഹുയെ ജാനെ കി മനാഹി ധി. സാധാരണ ജനങ്ങൾക്കൊന്നും ആ വഴിയിലൂടെ പോകാനായിട്ട് പറ്റില്ല. അവർക്കൊക്കെ അതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പം എല്ലാവർക്കും സാധാരണ എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു വഴി ആയിരുന്നില്ല അത്, ആ തുരങ്ക വഴി. लेकिन छोटू ने एक दिन अपने पापा का सिक्योरिटी पास लिया और जा पहुंचा सुरंग में. പക്ഷേ ചോട്ടു എന്ത് ചെയ്തു? ഒരു ദിവസം പപ്പൻ്റെ സെക്യൂരിറ്റി പാസ് എടുത്തിട്ട് ആ വഴിയെ അവൻ പോയി, ആ തുരങ്ക വഴിയിലൂടെ പോയി. ഫിർ ക്യാ ഹുവ? പിന്നീട് എന്ത് സംഭവിച്ചു? छोटू कितनी बार कहा है तुमसे कि उस तरफ मत जाया करो, फिर पापा क्यों जाते हैं उस तरफ रोज रोज? छोटू कितनी बार कहा है तुमसे, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് कि उस तरफ मत जाया करो, ആ വഴിയെ പോകരുത്, അതിലൂടെ പോകരുത് എന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചോട്ടു? അപ്പോൾ ചോട്ടുവിൻ്റെ മറുപടി ഫിർ പാപ്പ ക്യോം ജാത്തെ ഹെ ഉസ് തറഫ് റോസ് റോസ്. പിന്നെ പപ്പ മാത്രം എന്തുകൊണ്ട് ഡെയിലി ആ വഴിയെ പോകുന്നത്? ഞാൻ എന്തുകൊണ്ട് പൊക്കൂടാ? പപ്പ മാത്രം എന്താ ഡെയിലി ആ വഴി പോകുന്നത്? പാപ്പാക്കോ കാം പർ ജാനാ ഹോത്താ ഹെ. അച്ഛന് ജോലിക്ക് പോകണ്ടേ? അച്ഛൻ അതിലെയാണ് ജോലിക്ക് പോകുന്നത്. റോസാന യഹി വാർത്താലാപ് ഹുവാ കർത്താ ഥാ ചോട്ടു കി മാ ഓർ ചോട്ടു കെ ബീച്ച്. ഡെയിലി ഉള്ള ഒരു കോൺവെർസേഷനാണ് ചോട്ടുവും ചോട്ടുവിൻ്റെ അമ്മയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണിത്. എന്നും ഇങ്ങനെ ചോട്ടു ആ വഴിയെ പോകണമെന്ന് പറയും. അപ്പം നിന്നോടല്ലേ പോകണ്ടെന്ന് പറഞ്ഞെന്ന് പറയും. അപ്പം അല്ല, പപ്പ മാത്രം എന്താ ഡെയിലി പോകുന്നതെന്ന് ചോദിക്കുന്നു അല്ലേ. ഉസ് തരഫ് ഏക് സുരംഗനുമാ രാസ്ത ഥാ ഓർ ചോട്ടു കെ പാപ്പ ഇസി സുരംഗ് സെ ഹോത്താ ഹുയെ കാം പർ ജായ കർത്തേ ഥേ. അപ്പോൾ ഒരു തുരങ്ക വഴിയുണ്ട്, ആ വഴിയിലൂടെയാണ് ചോട്ടുവിൻ്റെ പാപ്പ എന്നും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ആം ആദ്മി കെ ലിയെ ഇസ് രാസ്തേ സെ ജാനെ കി മനാഹി ദി. അപ്പോൾ സാധാരണ ജനങ്ങൾക്കൊക്കെ ആ വഴിയിലൂടെ പോകുന്നത് തടഞ്ഞിരുന്നു. സാധാരണ ജനങ്ങൾക്കൊന്നും ആ വഴിയിലൂടെ പോകാനായിട്ട് പറ്റിയിരുന്നില്ല, അവർക്കൊന്നും അനുവാദം ഉണ്ടായിരുന്നില്ല. चंद चुनिंदा लोग ही इस सुरंगनुमा रास्ते का इस्तेमाल कर सकते थे और छोटू के पापा इन्हीं चुनिंदा लोगों में से एक थे. അപ്പോൾ ചന്ത് ചുനിന്ത എന്ന് വെച്ചാൽ സെലക്ട് ഫ്യൂ പീപ്പിൾസിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ആ വഴിയിലൂടെ പോകാനുള്ള അനുവാദം ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ചോട്ടുവിൻ്റെ പാപ്പ. आज छुट्टी थी और छोटू के पापा घर ही पर आराम फरमा रहे थे. आज छुट्टी थी, ഇന്ന് അവധിയായിരുന്നു. ചോട്ടുവിൻ്റെ പപ്പ വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ആരാം ഫർമാ രഹേ ഥേ, വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. नसर बचाकर चोरी छिपे छोटू ने पापा का सिक्योरिटी पास हथिया ही लिया और चल दिया सुरंग की तरफ. നസർ ബച്ചാക്കർ കണ്ണു വെട്ടിച്ച്, ചോരി ചിപ്പെ ഒളിച്ച്, ചോട്ടു എന്ത് ചെയ്തു? പാപ്പാക്ക സെക്യൂരിറ്റി പാസ് ഹത്തിയാഹി, പപ്പൻ്റെ സെക്യൂരിറ്റി പാസ് മോഷ്ടിച്ചു. എന്നിട്ട് ഒരു ചൽ ദിയ സുരംഗ് കി തറഫ്, ആ തുരങ്കത്തിലൂടെ ആ ടണലിലൂടെ പോയി. അച്ഛൻ്റെ സെക്യൂരിറ്റി പാസ്സിൽ ആ പാസ് കാണിച്ചാൽ മാത്രമേ അതിനകത്തൂടെ കടത്തി വിടുകയുള്ളൂ. അപ്പം അത് വേണം. അപ്പം ചോട്ടു അതെടുത്തിട്ട് ആ വഴിയിൽ അച്ഛൻ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അച്ഛനും അമ്മയും ഒന്നും കാണാതെ അവിടെ നിന്ന് പോയി. വൈസെ തോ ഉൻകി പൂരി
कॉलोनी ही ज़मीन के नीचे बसी थी. അവൻ്റെ അവർ താമസിക്കുന്ന ആ കോളനി അത് ജമീൻ കെ നീച്ചെ അല്ലേ, അണ്ടർഗ്രൗണ്ടിലാണ് അവർ താമസിച്ചിരുന്നത്. यह तो सुरंगनुमा रास्ता था. अंदर दिए जल रहे थे और प्रवेश करने से पहले एक बंद दरवाजे का सामना करना पड़ता था. यह जो सुरंगनुमा रास्ता था, ആ തുരങ്ക വഴി, അന്തർ ദിയേ ജൽ റഹേദെ, അതിനകത്ത് ലൈറ്റ് കത്തിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓർ പ്രവേശ് കർണേസെ പെഹലെ, അതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഏക്ക് ബന്ദ് ദർവാസേക്ക സാമന കർണ പടുത്താ ഥ, ആദ്യം തന്നെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഡോറാണ് കണ്ടത്. ദർവാസേമേം ഏക്ക് ഖാഞ്ച ബന ഹുവാദ, ആ വാതിലിൽ ഒരു ചിപ്പ് ഉണ്ടായിരുന്നു, അതായത് നമ്മൾ ATM ഒക്കെ കാർഡ് ഇടുന്ന സ്വൈപ്പ് ചെയ്യുന്നത് പോലെ ഒരു ഹോള്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു. ചോട്ടൂനെ ഖാഞ്ചേമേം കാർഡ് ഡാല തുരന്ത് ദർവാസ ഖുൽ ഗയ. അപ്പോൾ ചോട്ടൂൻ്റെ കയ്യിൽ പാസ് ഉണ്ടായിരുന്നു അല്ലേ, അച്ഛൻ്റെ മോഷ്ടിച്ചെടുത്ത സെക്യൂരിറ്റി പാസ്. അപ്പം ആ ഹോളിലായിട്ട് ആ ഖാഞ്ചയിൽ പാസ് ഇട്ട് കൊടുത്തു. തുരന്ത് ദർവാസ ഖുൽ ഗയ, പെട്ടെന്ന് ആ ഡോറ് ഓപ്പൺ ആയി. ചോട്ടൂനെ സുരംഗ് മീം പ്രവേശ് കിയ, ചോട്ടു ആ സുരംഗത്തിലേക്ക്, ആ ടണലിലേക്ക് പ്രവേശിച്ചു. അന്തർ വാലെ ഖാഞ്ചെ മേം സെക്യൂരിറ്റി പാസ് ആ പഹുഞ്ചാ ഥ. അന്തർ വാലെ ഖാഞ്ചെ മേം, ആ ഉള്ളിലുള്ള എന്താണ് കാർഡിടുന്ന ഇതുണ്ടല്ലോ ഹോള്, അതിലും സെക്യൂരിറ്റി പാസ് അതിനകത്ത് പോയി. ഉസേ ഉഠാലിയ, അതിനെ എടുത്ത് അത് തിരിച്ചെടുത്തു. കാർഡ് ഉടാത്തേ ഹി ദർവാസ ബന്ദ് ഹുവ, കാർഡ് തിരിച്ചെടുത്തതും ആ ഡോറ് അടഞ്ഞു. ചോട്ടൂനെ ചാരോം തറഫ് നസർ ദൗറായി. सुरंगनुमा वह रास्ता ऊपर की तरफ जाता था, यानी ज़मीन के ऊपर का सफ़र कर आने का मौका मिल गया था. ചോട്ടു ചാറോ തറഫ് നസർ ദൗഡായില്ലേ, അവൻ 4 ഭാഗത്തും ഇങ്ങനെ നോക്കി. എന്നിട്ട് സുരംഗനുമ വഹ് രാസ്ത ഊപ്പർ കി തറഫ് ജാത്താത, ഇവർ അണ്ടർഗ്രൗണ്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ടണൽ വഴി, ഈ തുരങ്ക വഴി പോകുന്നത് മുകളിലേക്കാണ് പോകുന്നത്. യാനി സമീൻ കെ ഊപ്പർ കാ സഫർ കർ ആനെ കാ മൗക്ക മിൽ ഗയാത, അങ്ങനെ ചോട്ടുവിന് ആദ്യമായിട്ട് ആ തുരങ്ക വഴിയിലൂടെ മുകളിലേക്ക് പോകാനുള്ള ഒരു അവസരം അല്ലേ. അവർ ഭൂമിക്ക് അടിയിലാണ് താമസിക്കുന്നത്, അണ്ടർഗ്രൗണ്ടിലാണ്. അപ്പം മുകളിലേക്ക് പോകാനുള്ള ഒരു അവസരം അവന് ഒത്തുവന്നിരിക്കുകയാണ്. മൗക്ക മീൻസ് അവസരം. മഗർ കഹാം मौका हाथ लगते ही फिसल गया. सुरंग में जगह जगह लगाए निरीक्षक यंत्रों की जानकारी छोटू को नहीं थी. മഗർ കഹാം, പക്ഷേ എവിടെ അല്ലേ, അവസരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്തായി? മൗക്ക ഹാത്ത് ലഗ്തേ ഹി ഫിസൽ ഗയ, അവസരം കയ്യിൽ കിട്ടുമ്പോഴേക്കും തന്നെ അത് വഴുതിപ്പോയി. ഫിസൽ ഗയ, വഴുതിപ്പോയി. सुरंग में जगह जगह लगाए निरीक्षक यंत्रों की जानकारी छोटू को नहीं दी. ആ ടണലിൽ അവിടെയായിട്ട് സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകൾ, നിരീക്ഷക് യന്ത്രവും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള അറിവ് ചോട്ടുവിന് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം ചോട്ടുവിന് അറിയണ്ടായിരുന്നില്ല. മഗർ छोटू के प्रवेश करते ही पहले निरीक्षक यंत्र में संदेहास्पद स्थिति दर्शाने वाली हरकत हुई. इतने छोटे कद का व्यक्ति सुरंग में कैसे आया? दूसरे निरीक्षक यंत्र ने तुरंत छोटू की तस्वीर खींच ली. किसी एक नियंत्रण केंद्र में इस तस्वीर की जांच की गई और खतरे की सूचना दी गई. മഗർ ചോട്ടുക്ക് പ്രവേശ് കർത്തേ ഹി, എപ്പോഴാണ് ചോട്ടു ആ ടണലിലേക്ക് പ്രവേശിച്ചത് അപ്പോൾ തന്നെ പെഹലെ നിരീക്ഷക് യന്ത്ര, ആദ്യത്തെ ക്യാമറ, സന്ദേഹാസ്പദ സ്ഥിതി ദർശാനെ വാലി ഹർക്കത്ത് ഹുയി, അപ്പോൾ ഒരു ഡൗട്ട് ഫുള്ളായിട്ടുള്ള ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷം അവിടെ സൃഷ്ടിച്ചു. എന്തോ ഒരു അപായമുണ്ട്, ഒരു ഡേഞ്ചർ അല്ലേ, ആരോ ഇതിനകത്ത് കടന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു സ്ഥിതി അവിടെ ക്രിയേറ്റ് ആയി. ഇത്തിനെ ചോട്ടെ കതുക്ക വ്യക്തി സുരംഗമേം കേസെ ആയ, ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടി എങ്ങനെ തുരങ്കത്തിനകത്ത് വന്നു? ദൂസരെ നിരീക്ഷക കേന്ദ്ര, പിന്നെ ചോട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും രണ്ടാമത്തെ ക്യാമറ അല്ലേ, ദൂസരെ നിരീക്ഷക കേന്ദ്ര, രണ്ടാമത്തെ ക്യാമറ തുറന്ത് ചോട്ടുക്ക് തസ്വീർ ഗീഞ്ചിലി, പെട്ടെന്ന് ചോട്ടുവിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് ആ ഫോട്ടോ കിസി ഏക്ക് നിരീക്ഷൺ കേന്ദ്രമേയും ഇസ് തസ്വീർ കി ജാഞ്ച് കി ഗയി, അടുത്ത ഒരു നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് ആ ഫോട്ടോ അവിടെ എത്തി. ആ ഫോട്ടോ പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്തു അവർ, എന്താണ് ജാഞ്ച് കി അല്ലേ, അത് ടെസ്റ്റ് ചെയ്തു.
और ഖतरे की സൂചന दी गई എന്നിട്ട് അപായത്തിൻ്റെ സൂചനയും നൽകി. इन सारी गतिविधियों से अनजान ചോട്ടു ആകെ ബഡ് रहा था. ഈ പ്രവൃത്തികളൊക്കെ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ക്യാമറ ചോട്ടുവിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതൊന്നും അറിയാതെ ചോട്ടു മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. तभी जाने का हमसे सिपाही दौड़े चले आए, छोटू को पकड़कर वापस घर छोड़ आए. അപ്പോൾ തബി ജാനി കഹാംലെ എവിടെ നിന്നാണ് വന്നത് എന്നറിയില്ല, പെട്ടെന്ന് 2 സോൾജിയേഴ്സ് വന്നു, എന്നിട്ട് ചോട്ടുവിനെ പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുചെന്നാക്കി. घर पर माँ ചോട്ടു का इंतजार कर रही थी. വീട്ടിലെ അമ്മ ചോട്ടുവിനെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ കുട്ടിയെ കാണുന്നില്ലല്ലോ, എവിടെ ചെന്നാന്ന് പറഞ്ഞിട്ട്. बस अब छोटू की खैरियत न थी. छोटू के पापा न होते तो छोटू का बचना मुश्किल था. അപ്പോൾ ഇപ്പോൾ ചോട്ടുവിന് അവൻ്റെ അച്ഛനുള്ളത് കൊണ്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റിയത്. അല്ലെങ്കിൽ അമ്മ മാത്രമാണെങ്കിൽ നല്ല അടി കിട്ടിയേനെ. അപ്പോൾ അച്ഛനുള്ളത് കൊണ്ട് അവന് അടി കിട്ടാതെ രക്ഷപ്പെട്ടു. ഖൈരിയത്ത് മീൻസ് വെൽനെസ്. ചോടോ ഭി മേ ഇസെ സംജാ ദൂങ്കാ സബ് അല്ലേ. അപ്പം അവന് വിടൂ, ഞാൻ അവനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. ഫിർ വഹ് ഏസി ഖലത്തി കബി നഹി കരേഗ. ഇനി അവൻ ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല. പാപ്പാനെ ചോട്ടുക്കോ ബച്ചാലിയ. അങ്ങനെ അച്ഛൻ അവൻ്റെ പാപ്പ അവനെ രക്ഷിച്ചു, അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടാതെ അവനെ രക്ഷിച്ചു. ബോലോ ചോട്ടു മേ ജഹാം കാം കർത്താ ഹും നാ വഹ് ക്ഷേത്ര സമീൻ സെ ഊപ്പർ ഹേ. അപ്പം ചോട്ടു ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അച്ഛൻ മോനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ബോലെ ചോട്ടു പറയൂ ചോട്ടു. മേ ജഹാം കാം കർത്താ ഹും, ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്. വഹ് ക്ഷേത്ര സമീൻ സെ ഊപ്പർ ഹേ. അത് നമ്മുടെ ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്നും ഈ ഒരു സ്പേസിൽ നിന്നും എവിടെയാണ്, മുകളിലായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആം ആദ്മി വഹാം നഹി ജാ സക്ത. അതായത് സാധാരണ ജനങ്ങൾക്കൊന്നും അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല. ക്യോംകി വഹാം കെ മാഹോൽ മേം ജി ഹി നഹി സക്ത. അവിടുത്തെ ആ ഒരു അന്തരീക്ഷത്തിൽ അല്ലേ, അവിടുത്തെ ഒരു ആംബിയൻസ്, മാഹോൽ മീൻസ് അറ്റ്മോസ്ഫിയർ, ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്കൊന്നും അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത്. तो फिर आप कैसे जाते हैं वहाँ? छोटू का सवाल लाजिमी था. അപ്പോഴാണ് ചോട്ടുവിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ അച്ഛൻ മാത്രം എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അല്ലേ. ആപ്പ് കേസ് ജാത്തേ ഹേ വഹാം. അപ്പോൾ അച്ഛൻ എങ്ങനെയാണ് അവിടെ പോകുന്നത്, അച്ഛൻ എങ്ങനെയാണ് അവിടെ പോയി നിൽക്കാൻ സാധിക്കുന്നത്? ഇതാരായാലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചു പോകും അല്ലേ. ലാസിമി മീൻസ് ബൗണ്ട്, നെസസറി അല്ലേ. ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ അത്യാവശ്യമാണ് അല്ലേ. അതാരായാലും ചോദിച്ചു പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലാസിമി മീൻസ് ബൗണ്ട് അല്ലെങ്കിൽ നെസസറി. मैं वहाँ एक घास किस्म का स्पेस सूट पहनकर जाता हूँ. इस स्पेस सूट से मुझे ऑक्सीजन मिलता है जिससे मैं सांस ले सकता हूँ, इसी स्पेस सूट की वजह से. അപ്പോൾ മെയ് വഹാം ഏക്ക് ഘാസ് കിസ്മ സ്പേസ് സൂട്ട് പഹൻകർ, ഞാൻ അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഘാസ് കിസ്മക്കാൽ ഒരു പ്രത്യേക തരത്തിലുള്ള സ്പേസ് സൂട്ട് ഞാൻ ധരിക്കും. ഈ സ്പേസ് സൂട്ട് സേ മുझे ഓക്സിജൻ മിൽത്താ ഹെ. ആ സ്പേസ് സ്യൂട്ടിലൂടെയാണ് എനിക്ക് ഓക്സിജൻ കിട്ടുന്നത്, ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ കിട്ടുന്നത്. ജിസ്സേ മേം സാൻസ് ലേ സക്താ ഹും, അതിലൂടെയാണ് എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നത്. इसी स्पेस सूट से वजह से ही कि ठंड से मैं अपना आपको बचा सकता हूँ. ആ സ്പേസ് സൂട്ട് ധരിച്ചത് കൊണ്ടാണ് എനിക്ക് തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ പറ്റുന്നത്. घास किस्म के जूतों की वजह से ज़मीन के ऊपर मेरा चलना मुमकिन होता है. അപ്പം ആ പ്രത്യേക തരത്തിലുള്ള ഒരു ചപ്പലുണ്ട് അവിടെ, അത് വെയർ ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ എനിക്ക് സ്പേസിൽ നടക്കാനായിട്ടും പറ്റുന്നത്. ज़मीन के ऊपर चलने फिरने के लिए हमें एक विशेष प्रकार का प्रशिक्षण दिया जाता है. അപ്പം ഇവിടെ എന്താണ്, സ്പേസിൽ നടക്കാനൊക്കെ ആയിട്ട് പ്രത്യേക തരത്തിലുള്ള വിശേഷ പ്രകാരക്കാല ഒരു പ്രത്യേക തരത്തിലുള്ള പ്രശിക്ഷൺ മീൻസ് ട്രെയിനിങ് ഒക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ പോകാനും ജോലിയെടുക്കാനും ഒക്കെ സാധിക്കുന്നത്. ചോട്ടു സുൻ റഹാദ, ചോട്ടു എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പാപ്പ ആകെ ബത്താനെ ലഗെ, അച്ഛൻ മുന്നോട്ട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഏക്ക് സമയത്ത് ഒരു ടൈം ഉണ്ടായിരുന്നു.
जब अपने मंगल ग्रह पर सभी लोग ज़मीन के ऊपर ही रहते थे. നമ്മുടെ മംഗൾ ഗ്രഹത്തിൽ എല്ലാവരും എന്താണ് അണ്ടർഗ്രൗണ്ടിലൊന്നുമല്ല, സാധാരണ പോലെ സമീൻ കെ ഊപ്പർ അല്ലേ, ഭൂമിയുടെ മുകളിലായിട്ട് തന്നെയാണ് എല്ലാവരും താമസിച്ചുകൊണ്ടിരുന്നത്. ബഗൈർ കിസി തരഹ് കെ യന്ത്രോം കി മദദ് കെ, ബഗൈർ കിസി ഘാസ് കിസ്മി കി പോശാക് के हमारे पूर्वज ज़मीन के ऊपर रहा करते थे, लेकिन धीरे धीरे वातावरण में परिवर्तन आने लगा. അപ്പോൾ സാധാരണ സ്ഥിതിയിൽ ഭൂമിയുടെ മുകളിൽ തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്നത്. ബഗൈർ കിസി തരഹ് യന്ത്രോം കി മദദ് കെ, അതായത് ഒരു യന്ത്രങ്ങളുടെയും സഹായം ഇല്ലാതെ, ബഗൈർ കിസി ഘാസ് കിസ്മി കി പോഷാക് കെ, അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സിൻ്റെയും ആവശ്യമില്ല. ഹമാരെ പൂർഖെ, അതായത് ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ജമീൻ കെ ഊപ്പർ രഹാ കർത്തേ ഥേ, അല്ലേ, ഈ ഭൂമിയുടെ മുകളിൽ തന്നെയാണ് അവർ താമസിച്ചിരുന്നത്. ലേക്കിൻ ധീരെ ധീരെ വാതാവരണമേ പരിവർത്തൻ ആനേ ലഗ, പക്ഷേ പതുക്കെ പതുക്കെ അന്തരീക്ഷത്തിൽ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. കൈ തരഹ് ജീവ് ധർത്തി പർ രഹാ കർത്തേ ഥേ, ഏക് കെ ബാദ് ഏക് സബ് മർനെ ലഗയിലെ, ഇവിടെ ജീവിച്ചിരുന്ന പല ജീവികളും ഒന്നിനു പുറകെ ഒന്നായിട്ട് മരിച്ചു തുടങ്ങി. ഈസ് പരിവർത്തൻ കി ജഡ് മേം ഥാ സൂരജ് മേം ഹുവാ പരിവർത്തൻ, ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്, ഈ മാറ്റത്തിൻ്റെ പരിവർത്തനിൽ ഈ മാറ്റത്തിൻ്റെ കാരണം സൂരജ് മേം ഹുവാ പരിവർത്തൻ, സൂര്യനിലുണ്ടായിട്ടുള്ള മാറ്റമാണ്. സൂരജ് മേം ഹമീം റോഷ്നി മിൽത്തി തി, സൂര്യനിൽ നിന്ന് നമുക്ക് വെളിച്ചം കിട്ടുന്നു. ഉഷ്ണത മിൽത്തി ഹെ, ചൂട് കിട്ടുന്നു. ഇനിയും തത്വം സെ ജീവോം കാ പോഷൺ ഹോത്താ ഹെ, അതിലൂടെയാണ് എന്താണ് ജീവന് ആവശ്യമായിട്ടുള്ള പോഷണം കിട്ടുന്നത്, എനർജി കിട്ടുന്നത്. സൂരജ് മേം പരിവർത്തൻ ഹോത്തേ ഹി യഹാം കാ പ്രാകൃതിക് സന്തുലൻ ബിഗഡ് ഗയ, അങ്ങനെ സൂര്യനിലുണ്ടായ ആ വ്യത്യാസം കൊണ്ട് ഇവിടുത്തെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തന്നെ തകിടം മറിഞ്ഞു. प्रकृति के बदलते हुए रूप का सामना करने में यहाँ के पशु पक्षी पेड़ पौधे अन्य जीव सक्षम साबित हुए. അപ്പോൾ പ്രകൃതിക്ക് ബദൽത്തെ ഹുയ രൂപക, പ്രകൃതിയുടെ ഈ മാറിയ ആ രൂപത്തിനെ നേരിടാനായിട്ട് ഇവിടുത്തെ സാധാരണ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മരങ്ങൾക്കും ചെടികൾക്കും അതുപോലെ മറ്റ് ജീവജാലങ്ങൾക്കും ഒന്നും അത് സാധിച്ചില്ല. അപ്പം പ്രകൃതിയിൽ പെട്ടെന്ന് വന്ന ഒരു വ്യതിയാനം, സൂര്യനിലുണ്ടായ ആ വ്യത്യാസം, അതൊന്നും താങ്ങാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു കരുത്ത് അത് ഇവിടുത്തെ പക്ഷി മൃഗാദികൾക്കും ചെടികൾക്കും മരങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. अपने तकनीकी ज्ञान के ആധാർ പർ ഹംനെ സമീൻ കെ നീച്ചെ അപ്നാ ഘർ ബനാ ലിയ, അപ്പം ഞങ്ങൾ ടെക്നിക്കലായിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ ഭൂമിയുടെ അടിയിലായിട്ട് അണ്ടർഗ്രൗണ്ടിലായിട്ട് വീടുകൾ നിർമ്മിച്ചു. ജമീൻ കെ ഊപ്പർ ലഗെ വിഭിന്ന യന്ത്രോം കെ സഹാരെ ഹം സൂര്യശക്തി സൂരജ് കി റോഷിനി ഓർ ഗർമി കാ ഇസ്തേമാൽ കർത്തെ ആ രഹേ ഹെ. അങ്ങനെ ജമീൻ കെ ഊപ്പർ ലഗെ, ഭൂമിയുടെ മണ്ണിൻ്റെ മുകളിലായിട്ട്, ലാൻഡിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള യന്ത്രങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് സൂര്യശക്തിയും അതുപോലെ സൂരജ് കി റോഷിനി, സൂര്യൻ്റെ വെളിച്ചവും ഒക്കെ, ഗർമി അതുപോലെ ചൂട്, സൂര്യൻ്റെ ചൂട്, സൂര്യൻ്റെ വെളിച്ചം, സൂര്യൻ്റെ എനർജി, അതൊക്കെ ഇസ്തേമാൽ കർത്തെ ആ രഹേ ഹെ, അതൊക്കെ യൂസ് ചെയ്ത് വരുന്നു. അപ്പോൾ ഇതൊക്കെ യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ മുന്നേ ചോട്ടുവിൻ്റെ പപ്പേൻ്റെയൊക്കെ പൂർവികന്മാർ, ആൻസിസ്റ്റേഴ്സ്, അവരൊക്കെ ഈ ഒരു തരത്തിലുള്ള പ്രത്യേക ഡ്രസ്സോ പ്രത്യേക ചെരുപ്പോ ഒന്നുമില്ലാതെ സാധാരണഗതിയിൽ യന്ത്രങ്ങളുടെ ഒന്നും സഹായമില്ലാതെ അവരിവിടെ ഭൂമിയുടെ മേലെ തന്നെ വളരെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് വന്ന പ്രകൃതിയിൽ വന്ന ചില ചേഞ്ചസ്, അതുപോലെ സൂര്യനിലുണ്ടായ വ്യതിയാനം, ഇതൊക്കെ കൊണ്ട് അവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റാതെയായി. അപ്പോൾ അവരെന്ത് ചെയ്തു, അണ്ടർഗ്രൗണ്ടിലായിട്ടില്ലേ, ഭൂമിക്ക് അടിയിലായിട്ട് അവർ വീടുകൾ നിർമ്മിച്ചു. എന്നിട്ട് ഇപ്പം യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് അവർ സൂര്യൻ്റെ എനർജിയും ചൂടും വെളിച്ചവും ഒക്കെ ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ഉനി യന്ത്രോം കെ സഹാരെ ഹം യഹാം സമീൻ കെ നീച്ചെ ജി രഹേ ഹെ, ആ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ നമുക്ക് താമസിക്കാനും പറ്റുന്നത്. യന്ത്ര സുചാരു റൂപ് സെ ചലത്തെ രഹേ ഇസ്കെ ലിയേ ബഡി സതർക്കത ബർത്തനി പഡ്തി ഹെ. മുझ जैसे कुछ चुनिंदा लोग इन यंत्रों का ध्यान रखते हैं.
അപ്പോൾ ഈ യന്ത്രങ്ങൾ അല്ലേ ഇവരെ സ്ഥാപിച്ചിട്ടുള്ള ഇവർക്ക് ജീവൻ നിലനിർത്താനും ജീവിക്കാനും ഈ യന്ത്രങ്ങളുടെ സഹായം ഇപ്പോൾ കൂടിയേ തീരൂ. അപ്പോൾ ഈ യന്ത്രങ്ങൾ സുചാരു റൂപ്സെ ചലത്തെ രഹേ, അത് വളരെ നല്ല രീതിയിൽ തന്നെ ഈ യന്ത്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ. അത് കേടായി കഴിഞ്ഞാൽ ഇവരുടെ ജീവനും അത് ഭീഷണിയാകും. ഇസ്കേലിയ ബഡി സതർക്കത ബർത്തനി പട്ടി ഹെ, അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. മുझे ജയ്സെ കുച്ച് ചുനിന്ദ ലോഗ്, എന്നെ പോലെയുള്ള അതായത് ചോട്ടുവിൻ്റെ പപ്പനെ പോലെയുള്ള ചില സിലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇനി യന്ത്രങ്ങൾക്ക് ധ്യാൻ രഖ്തേ ഹെ, ഈ യന്ത്രങ്ങളെയൊക്കെ അവർ കെയർ ചെയ്യുന്നു. ഈ യന്ത്രങ്ങൾ കേടൊന്നും വരാതെ അത് എപ്പോഴും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി അതിനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോട്ടുവിൻ്റെ പപ്പൻ പോലെയുള്ള കുറച്ച് ആൾക്കാരാണ്. बड़ा हो जाऊंगा तो मैं भी यही काम करूँगा, छोटू ने अपनी मंशा जाहिर की. അപ്പം ചോട്ടു പറഞ്ഞു ബഡാ ഹോ ജാവുങ്ക തോ, വലുതാവുമ്പോൾ ഞാനും ഈ ജോലി തന്നെ ചെയ്യും. ചോട്ടു തൻ്റെ ഡിസയർ, മംഷ മീൻസ് ഡിസയർ, അവൻ്റെ ആഗ്രഹം പറഞ്ഞു. बिल्कुल, मगर उसके लिए खूब पढ़ना होगा, माँ और पापा की बात सुननी होगी, माँ ने कहा. അപ്പം അമ്മ പറഞ്ഞു ശരി, തീർച്ചയായും നീ വലുതാവുമ്പോൾ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോലി തന്നെ ചെയ്തോളൂ. പക്ഷേ ഉസ്കെ ലിയെ ഖൂബ് പഠന ഹോഗ, നന്നായിട്ട് പഠിക്കണം. പിന്നെയോ മാ ഓർ പാപ്പാക്കി ബാത് സുന്നി ഹോഗി, അച്ഛനും അമ്മയും പറയുന്നതൊക്കെ അനുസരിക്കണം എന്ന് അമ്മ പറഞ്ഞു. ദൂസരി ദിൻ ചോട്ടു കെ പാപ്പ കാം പർ ചലേ ഗയേ, അങ്ങനെ അടുത്ത ദിവസം ചോട്ടുവിൻ്റെ പപ്പ ജോലിക്കായിട്ട് പോയി. അപ്പോൾ അന്ന് അവധിയായിരുന്നല്ലോ, അപ്പോൾ അന്ന് ഫുള്ള് പപ്പ റെസ്റ്റിലായിരുന്നു. ആ റെസ്റ്റിൻ്റെ സമയത്താണ് ചോട്ടു ഇങ്ങനെ ഒളിച്ചു പോയത് അല്ലേ. അപ്പം അങ്ങനെ പിറ്റേ ദിവസം പാപ്പ ജോലിക്ക് പോയി. ദേക്കാ തോ കൺട്രോൾ റൂം ക വാതാവരൺ ബദല സാധ, നോക്കുമ്പോൾ കൺട്രോൾ റൂമിൻ്റെ ഒരു അന്തരീക്ഷം അവിടെ ചേഞ്ച് ആയിട്ടിരിക്കുന്നു. എന്തോ ഒരു സംഭവം. എന്ത് പറ്റി? ഷിഫ്റ്റ് ഗതം കർ ഘർ ജാ രഹേ സ്റ്റാഫ് കെ പ്രമുഖനെ ടി വി സ്ക്രീൻ കി തരഫ് ഇഷാര ക്രിയ. അപ്പം ചോട്ടുവിൻ്റെ പപ്പ അവിടെ ചെല്ലുമ്പം അതിന് മുന്നേ അവിടെ ഷിഫ്റ്റിൽ ഉണ്ടായിരുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ആൾ ഷിഫ്റ്റ് ഗതം കർ, ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഗർജാ രഹേ, വീട്ടിലേക്ക് മടങ്ങി പോവാണ് അല്ലേ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന ഒരു സ്റ്റാഫ് കെ പ്രമുഖനെ ടി വി സ്ക്രീൻ കി തരഫ് ഇഷാര ക്രിയ, അവിടെ ടി വി സ്ക്രീൻ അതിലേക്ക് കാണിച്ചുകൊണ്ട് പറയുകയാണ്. സ്ക്രീൻ പർ ഏക് ബിന്ദു ജലക് രഹാത, ആ സ്ക്രീനിൽ ഒരു ബിന്ദു, ഒരു ഡോട്ട് ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോട്ട് ഇങ്ങനെ കാണുന്നുണ്ട്, ഒരു ബിന്ദു. വഹ് ബതാനെ ലഖ യഹ് കോയി ആസമാനക്ക താരാ നഹി ഹെ അല്ലേ. അയാൾ പറഞ്ഞു എന്നിട്ട് അത് ഒരു ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന ഒരു നക്ഷത്രമൊന്നുമല്ല ആ ബിന്ദു. ക്യോംകി കമ്പ്യൂട്ടർ സെ പതാ ചൽ റഹാ ഹെ കി യഹ് അപ്പനി ജഗഹ് അഡിങ് നഹി രഹാ ഹെ അല്ലേ. അത് ഒരു സ്ഥലത്ത് തന്നെ അങ്ങനെ എന്താണ്, അഡിങ് മീൻസ് അഡമൻറ്റ്, ഒരു ഭാഗത്ത് തന്നെ അത് ഇരിക്കുന്നില്ല, അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. നേരത്തെ അത് ആ ബിന്ദു അവിടെയല്ല കണ്ടത്, ഇപ്പോൾ കാണുമ്പോൾ അതിൻ്റെ സ്ഥലം മാറിയിരിക്കുന്നു. അപ്പോൾ അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിന്ദുവാണ്. പിछले कुछ घंटों के दौरान इससे अपनी जगह बदली है അല്ലേ. പിछലെ कुछ घंटों के दौरान, അതായത് കുറച്ച് മണിക്കൂറുകളായിട്ട് നോക്കുമ്പോൾ ഇപ്പം അതിൻ്റെ സ്ഥലം മാറിയിട്ടുണ്ട്. കുറച്ച് മുന്നേ മണിക്കൂറുകൾ ഇതിൻ്റെ സ്പേസ് ഇവിടെ ആയിരുന്നില്ല, അത് കുറച്ച് അതിൻ്റെ സ്ഥലം ഇങ്ങനെ അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം, ഐ മീൻ അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം. कंप्यूटर के अनुसार यह हमारी धरती की तरफ बढ़ता चला आ रहा है. കമ്പ്യൂട്ടർ പറയുന്നതനുസരിച്ചിട്ട് അത് നമ്മുടെ ഈ എന്താണ് മാർസിനെ നോക്കി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ഭൂമിയെ നോക്കി, നമ്മുടെ ഭൂമി മീൻസ് അവരുടെ ഭൂമി മാർസിനെ നോക്കി, മംഗൾ ഗ്രഹത്തിലെ ആൾക്കാരാണല്ലോ ഇത്. അപ്പം മംഗൾ ഗ്രഹത്തിൽ അവർ പറയുന്നതാണ് അവരുടെ ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മാർസിനെ നോക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബിന്ദു എന്ന് ഷിഫ്റ്റ് കഴിഞ്ഞ് പോകാൻ ഒരുങ്ങുന്ന ഒരു ഓഫീസർ ചോട്ടുവിൻ്റെ പപ്പാൻ്റെ അടുത്ത് ഇത് സൂചിപ്പിച്ചു. अंतरिक्षयान तो नहीं है, छोटू के पापा ने अपना संदेह प्रकट किया. അന്തരീക്ഷയാനം ഒന്നുമല്ല അല്ലേ, അതൊരു സ്പേസ് ക്രാഫ്റ്റ് ഒന്നും അല്ല. ചോട്ടുവിൻ്റെ അച്ഛൻ ഒരു സംശയം പ്രകടിപ്പിച്ചു. സന്ദേഹമേം ബി ഹെ, സംശയം ഞങ്ങൾക്കുമുണ്ട്. ആപ്പ് അബ് ഇസ് പർ ബരാബർ ധ്യാൻ റഖിയേക, നിങ്ങളിത് ഫുൾ ആൻഡ് ഫുള്ളി ഇത് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് എന്താണ്, ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയുണ്ട്, ഇത് എത്ര
ഇത് എന്താണ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ വരുന്ന വ്യത്യാസം എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ഇത് നിങ്ങൾ ഫുള്ളായിട്ട് ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. ചോട്ടു പാപ്പ സോച്ച്മേം ഡൂബ് ഗയേ. അപ്പോൾ ചോട്ടുവിൻ്റെ പപ്പ ഇങ്ങനെ എന്തോ ഒരു ആലോചനയിൽ മുഴുകി, അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ക്യാ സച്ച്മുച്ച് അന്തരീക്ഷയാൻ ഹോഗ, ഇത് ചിലപ്പോൾ സ്പേസ് ക്രാഫ്റ്റ് തന്നെ ആയിരിക്കുമോ? കഹാം സെ ആ രഹാ ഹോഗ, ഇത് എവിടുന്ന് വന്നതായിരിക്കും? സൗരമണ്ഡൽ में हमारी धरती के अलावा और कौन से ग्रह पर सौरमंडल में हमारी धरती के अलावा और कौन से ग्रह पर जीवों का अस्तित्व होगा? അപ്പം എന്താണ് ചോട്ടുവിൻ്റെ പപ്പ ചിന്തിക്കുന്നത്? ഇത് ശരിക്കും സ്പേസ് ക്രാഫ്റ്റ് തന്നെ ആണോ? കഹാംസി ആ രഹ ഹോഗ, ഇത് എവിടെ നിന്നാണ് വന്നത്? സൗരമണ്ഡലത്തിൽ ഞങ്ങളുടെ ഭൂമിയെ അല്ലാതെ പിന്നെ ഏത് ഗ്രഹത്തിലാണ് ജീവൻ ഉള്ളത്, ആൾക്കാർ ജീവിക്കുന്നത്? ജീവോം കാ അസ്തിത്വ ഹോഗ, कैसे हो सकता है, ഇത് എങ്ങനെ സാധിച്ചു? और अगर होगा भी तो क्या इतनी प्रगति कर चुका होगा कि अंतरिक्षयान छोड़ सके? ഇനി സൗരമണ്ഡലത്തിൽ ജീവൻ ഉള്ള വേറൊരു ഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അല്ലേ, മാർസിൽ ഇപ്പോൾ അവർ ചോട്ടിൻ്റെ പപ്പയും അങ്ങനെ കുറച്ച് പേര് സൗരമണ്ഡലത്തിലുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് അവരുടെ ഭൂമിയിൽ മാത്രം അറിയുള്ളൂ അല്ലേ, അവർക്ക് അവരുടെ ഭൂമിയിൽ ജീവൻ ഉള്ളത് മാത്രം അവർക്കറിയുള്ളൂ. മറ്റേതെങ്കിലും ഗ്രഹത്തിൽ ഇങ്ങനെ ജീവൻ ഉണ്ടോ, ജീവൻ നിലനിൽക്കുന്ന ഒരു ഗ്രഹമുണ്ടോ എന്ന് അവർക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് ചോട്ടുവിൻ്റെ പപ്പ ചിന്തിക്കുന്നത്. അപ്പോൾ സൗരമണ്ഡലത്തിൽ മാർസ് അല്ലാതെ വേറെ എവിടെയാണ് ജീവനുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഇത്രയും പുരോഗതി പ്രാപിച്ചോ, ഇങ്ങനെ ഒരു സ്പേസ് ക്രാഫ്റ്റ് അയക്കാനും മാത്രം അവർ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രഹമാണോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. വൈസേ തോ ഹമാരെ പൂർവജോം ने भी अंतरिक्षयानों ഉപഗ്രഹോं का प्रयोग किया था. വൈസേ തോ അതായത് ഇതുപോലെ തന്നെ ഹമാരെ പൂർവജോംനെ അല്ലേ, ചോട്ടുവിൻ്റെ പപ്പാൻ്റെ എന്താണ് ആൻസിസ്റ്റേഴ്സൊക്കെ ഇതുപോലെ അന്തരീക്ഷയാനും സ്പേസ് ക്രാഫ്റ്റും അതുപോലെ ഉപഗ്രഹങ്ങളും ഒക്കെ വിക്ഷേപിച്ചിരുന്നു. മഗർ അബ് ഹമാരേലേ യഹ അസംഭവ് ഹെ, പക്ഷേ ഇപ്പോൾ നമുക്ക് ഇതൊന്നും സാധിക്കുന്നില്ല. ഉസ്കെ ലിയെ ആവശ്യക മാത്രമേ ഊർജ തോ ഹോ, കാഷ് ഇസ് നയേ മെഹ്മാൻ കോ നസ്ദീക് സെ ദേഖാ ജാ സക്താ. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഉപഗ്രഹങ്ങൾ അയക്കാനും സ്പേസ് ക്രാഫ്റ്റൊക്കെ അയക്കാനൊക്കെ ഉള്ള ആവശ്യമായിട്ടുള്ള അത്രയും ഊർജ്ജമൊന്നും ഇപ്പോൾ ഇവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും സാധിക്കുന്നില്ല. കാഷ് ഈസ് നയെ മെഹ്മാൻ കോ, ഈ വന്നിരിക്കുന്ന പുതിയ അതിഥി അല്ലേ, പുതിയ അതിഥി മീൻസ് ഈ എന്താണ് സ്ക്രീനിൽ കാണുന്ന, കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്ന ആ ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണോ എന്ന് സംശയിക്കുന്ന ഒരു ചെറിയ ഡോട്ട്, ഒരു പ്രകാശിക്കുന്ന ഒരു ഡോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് മെഹ്മാൻ, പുതിയ ഒരു അതിഥിയായിട്ട് കണക്കാക്കുന്നത്. ആ അതിഥി കോ നസ്ദീക് സെ ദേഖാ ജാ സക്ത, അതിനെ ഇങ്ങനെ വളരെ അടുത്ത് വെച്ചിട്ട് കണ്ടു തുടങ്ങി. हाँ अगर वह इसी तरफ आ रहा होगा तब तो यह संभव हो सकेगा देखें. എന്തായാലും അത് ഇങ്ങോട്ടേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ശരി, അതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാമെന്ന് ചോട്ടുവിൻ്റെ പപ്പ വിചാരിച്ചു. अब അന്തരീക്ഷയാൻ സെ ഏക്ക് യാന്ത്രിക് ഹാത്ത് ബാഹർ നികല. ഇപ്പോൾ ആ അന്തരീക്ഷയാനത്തിൽ നിന്നും ഒരു യന്ത്രക്കൈ പുറത്തോട്ട് ഇങ്ങനെ വന്നു. ഹർ പൽ ഉസ്കി ലംബായി ബഡ്ത്തി ഹി ജാ രഹി തി, ഓരോ നിമിഷവും ആ യന്ത്രക്കൈൻ്റെ ലെങ്ത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ചോട്ടു കെ പാപ്പാനെ അവലോകൻ ജാരി രഖ, ചോട്ടുവിൻ്റെ പപ്പ എന്താണ് അവലോകൻ മീൻസ് ഓവർവ്യൂ അല്ലേ, അതിനെ ഇങ്ങനെ നിരീക്ഷിക്കാനായിട്ട് തുടങ്ങി. കോളനിക്ക് പ്രബന്ധ സമിതിക്ക് സഭ ബുലായി ഗൈതി, കോളനിയിൽ ചോട്ടിൻ്റെ പപ്പയൊക്കെ താമസിക്കുന്ന ഭൂമിയുടെ അണ്ടർഗ്രൗണ്ടിലുള്ള കോളനി ഉണ്ടല്ലോ, ആ കോളനിയിൽ പ്രബന്ധ സമിതിക്ക് മാനേജ്മെൻറ്റിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അധ്യക്ഷ ഭാഷൺ ദേ രഹേദയിലെ അധ്യക്ഷ, അതായത് പ്രസിഡന്റ് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാൽ ഹി മേ മിലി ജാൻകാരി സെ പതാ ചൽത്താ ഹേ കി, അതായത് ഇപ്പോൾ കിട്ടിയ പുതിയ ന്യൂസ് അനുസരിച്ചിട്ട് ദോ അന്തരീക്ഷയാൻ ഹമാരെ മംഗൾ ഗ്രഹയ്ക്ക് തറഫ് ബഡ്തേ ചലേ ആ രഹേ ഹെ, അതായത് 2 സ്പേസ് ക്രാഫ്റ്റ് നമ്മുടെ മംഗൾ ഗ്രഹത്തിനെ നോക്കി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻമേം സെ ഏക് അന്തരീക്ഷയാൻ ഹമാരെ ഗിർദ് ചക്കർ കാട്ട് രഹാ ഹെ, അതിൽ ഒരു അന്തരീക്ഷയാൻ അതായത് ഒരു സ്പേസ് ക്രാഫ്റ്റ് നമ്മുടെ ഈ മംഗൾ ഗ്രഹത്തിൻ്റെ മുകളിലായിട്ട് അതിങ്ങനെ റൗണ്ട് അപ്പ് ചെയ്തുകൊണ്ടിരിക്കും.
പറഞ്ഞിരിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ കെ അനുസാർ യേ അന്തരീക്ഷയാൻ നസ്ദീക് കെ ഹി കിസി ഗ്രഹസെ ചോടേ ഗയേ ഹെ. കമ്പ്യൂട്ടർ പറയുന്നതനുസരിച്ചിട്ട് ഈ വന്നിരിക്കുന്ന സ്പേസ് ക്രാഫ്റ്റ് നസ്ദീക് കെ അടുത്തുള്ള മാർസിൻ്റെ തൊട്ടടുത്തുള്ള ഏതോ ഗ്രഹത്തിൽ നിന്നും വിക്ഷേപിച്ചതാണ്. ഏസി ഹാലത്ത് ഹമേം ക്യാ കർനാ ചാഹിയെ. ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇസ്കി കോയി സുനിശ്ചിത യോജന ബനാനി ജരൂരി ഹെ. ഇതിന് നമ്മൾ തീരുമാനിച്ച് ആലോചിച്ച് എന്തെങ്കിലും ഒരു പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒന്ന് ഇതിനെതിരായിട്ട് നമ്മൾ ചെയ്യണം. നമ്പർ 1 ആപ്കാ ക്യാ ഖയാൽ ഹെ. എന്നിട്ട് നമ്പർ 1 ചോദിക്കുകയാണ്. അപ്പം പേരല്ല, ഒരാളിനെ മെൻഷൻ ചെയ്യുന്ന നമ്പർ 1, നമ്പർ 2 അങ്ങനെയാണ് ഇവിടെ പേര് പറയുന്നത്. അപ്പോൾ നമ്പർ 1 ചോദിക്കുകയാണ് ആപ്കാ ക്യാ ഖയാൽ ഹെ അല്ലേ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഇതിനോട് പറയാനുള്ളത്? കോളനി की सुरक्षा की पूरी जिम्मेदारी നമ്പർ 1 पर थी. കോളനിയുടെ മുഴുവൻ സുരക്ഷയുടെ ഉത്തരവാദിത്വവും നമ്പർ 1 നമ്പർ 1 അയാളാണ് ഈ കോളനിയുടെ മുഴുവൻ സെക്യൂരിറ്റി കാര്യങ്ങൾ നോക്കുന്നത്. ഉനോനെ കുച്ച് കാഗസ് സമേത്തെ ഹുയെ ബോൽന ആരംഭിക്കുക. അദ്ദേഹം കുറച്ച് കടലാസൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ചേർത്തി എല്ലാം അടുക്കി പെറുക്കി വെച്ച് എന്നിട്ട് അയാൾ സംസാരിക്കാനായിട്ട് തുടങ്ങി. ഇൻ ദോനോം അന്തരീക്ഷയാനോം കോ ജലാകർ ഖാഗ് കർ देने की क्षमता हम रखते हैं, मगर इससे हमें कोई जानकारी हासिल नहीं हो सकेगी. ഈ 2 സ്പേസ് ക്രാഫ്റ്റിനെയും കത്തിച്ച് ചാരമാക്കുക. ഘാക്ക് മീൻസ് ആഷസ്. ജലാക്കർ ഘാക്ക് കർ ദേനേക്ക് കത്തിച്ച് ചാരമാക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. പക്ഷേ ഇസസെ ഹമേം കോയി ജാൻകാരി ഹാസിൽ നഹി ഹോ സകേങ്കി. പക്ഷെ അതിലൂടെ നമുക്ക് ഒരു അറിവും, ഇത് ആര് വിക്ഷേപിച്ചു, ഇത് എവിടുന്ന് വന്നതാണ്, ഇതിൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നു അല്ലേ, അതിനെക്കുറിച്ചൊന്നും നമുക്കൊന്നും അറിയാതെ പോകും. അന്തരീക്ഷ യാൻ ബേഖാർ കർ ജമീൻ പർ ഉതർനെ പർ മജ്ബൂർ കർ ദേനെ വാലെ യന്ത്ര ഹമാരെ പാസ് नहीं है. അന്തരീക്ഷയാനം ആ സ്പേസ് ക്രാഫ്റ്റ് ബേക്കാർക്കർ അത് നശിപ്പിച്ചിട്ട് അല്ലേ, അത് പ്രവർത്തിക്കാതാക്കിയിട്ട് അതിനെ കേടുവരുത്തിയിട്ട് നിലത്ത് സെമീൻ പർ ഉതർനി പർ നിലത്ത് ഇറക്കാനുള്ള മസ്ബൂർക്കർ നിലത്ത് നിർബന്ധിച്ചിട്ട് ഇറക്കിപ്പിക്കാനുള്ള ഒരു യന്ത്രങ്ങളൊന്നും നമ്മുടെ അടുത്തില്ല. हालांकि अगर ये अंतरिक्षयान गूब्ध ज़मीन पर उतरते हैं तो उन्हें बेकार कर देने की क्षमता हमें अवश्य है. ഇനി അത് സ്വയം കേടായിട്ട് ഭൂമിയിൽ ഇറങ്ങുകയാണെങ്കിൽ, മണ്ണിൽ ഇറങ്ങുകയാണെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. मेरी जानकारी के अनुसार इन अंतरिक्षयानों में सिर्फ यंत्र है. എൻ്റെ ഒരു അറിവനുസരിച്ചിട്ട് ഈ സ്പേസ് ക്രാഫ്റ്റിനകത്ത് വെറും യന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. കിസി തരഫ് കി ജീവ് ഇൻമേം സവാർ നഹി ഹെ. ഒരു തരത്തിലുള്ള ജീവനും അതിൽ യാത്ര ചെയ്തിട്ടില്ല. അതിൽ വെറും യന്ത്രങ്ങൾ മാത്രമേ ഫിക്സ് ചെയ്തിട്ടുള്ളൂ. നമ്പർ 1 की बात सही लगती है. നമ്പർ 1 പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വെച്ചു. നമ്പർ 2 एक वैज्ञानिक दे. ഇനി നമ്പർ 2 ഒരു സയൻറ്റിസ്റ്റ് ആണ്. വേ ബോലെ അദ്ദേഹം പറയുകയാണ് ഹാലാംകി യന്ത്രം കോ ബേക്കാർ കർ ദേനെ മേ ഭി ഖതറ ഹെ. ഈ യന്ത്രങ്ങൾ നമ്മൾ കേടുവരുത്തുക എന്ന് പറഞ്ഞാൽ അതും ഡേഞ്ചറാണ്. ഇൻകെ ബേക്കാർ ഹോത്തെ ഹി ദൂസരെ ഗ്രഹക്കെ ലോഗ് ഹമാരെ ഭാരെ മേം ജാൻ ജായെങ്കെ. അത് കേടുവരുത്തി കഴിഞ്ഞാൽ ഇതിപ്പോൾ അയച്ച ഗ്രഹത്തിലുള്ളവർക്ക് അതിനെക്കുറിച്ച് ഹമാരെ ഭാരമേം, അതായത് മാർസിൽ മംഗൾ ഗ്രഹത്തിൽ ഇങ്ങനെ ജീവനുണ്ട് അല്ലെങ്കിൽ ജീവനുള്ള ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു അറിവ് അത് അവർക്ക് കിട്ടും. ഇസ്ലിയെ മേരി രായ്മേം ഹമേം സിർഫ് അവലോകൻ കർത്തി രഹന ചാഹിയെ. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച്, അതായത് നമ്പർ 2 അഭിപ്രായം അനുസരിച്ചിട്ട് നമ്മൾ ഇത് വെറുതെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ മതി അല്ലേ. ഇത് നമ്മൾ എന്താണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് നമുക്ക് നിരീക്ഷിക്കാം, അല്ലാതെ പെട്ടെന്ന് എടുത്തു ചാടി അതിനെ കേടുവരുത്തുകയും ഒന്നും ചെയ്യണ്ട എന്നാണ് നമ്പർ 2 ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞത്. जहाँ तक हो सके हमें अपने अस्तित्व को छिपाए ही रखना चाहिए, क्योंकि हो सकता है जिन लोगों ने अंतरिक्षयान भेजे हैं वे कल को इससे भी बड़े सक्षम अंतरिक्षयान भेजे. അപ്പോൾ നമ്മൾ ഏതുവരെ നമ്മളെ കൊണ്ട് കഴിയുമോ അത്രത്തോളം നമ്മൾ നമ്മുടെ ആ ഒരു എക്സിസ്റ്റൻസ്, അസ്തിത്വം മീൻസ് എക്സിസ്റ്റൻസ്, നമ്മളത് മറ്റു ഗ്രഹത്തിലുള്ളവരെ അറിയിക്കാതെ നമ്മളത് ഒളിപ്പിച്ച് വെക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു എക്സിസ്റ്റൻസ്, ഇവിടെയുള്ളവരുടെ ഒരു അസ്തിത്വം നമ്മൾ
ഇത് ജീവൻ നിലനിൽക്കുന്ന ഗ്രഹമാണ്, ഇവിടെ ജീവനുണ്ട്, ജീവിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും മറ്റുള്ള ഗ്രഹത്തിൽ അറിയിക്കാണ്ട് വേണം നമ്മൾ അത് ഒളിപ്പിച്ച് വെക്കണം, നമ്മളെ കൊണ്ട് കഴിയുന്നിടത്തോളം. അങ്ങനെ നമ്മൾ ചെയ്തില്ല എങ്കിൽ നാളെ അവർ ഇൻസേബി ബഡേ സക്ഷം അന്തരീക്ഷയാണ്, ഇതിനേക്കാളും നല്ല ഏബിൾ ആയിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റുകൾ അവർ ഇനിയും അയക്കും. ഹമീം യഹാം കാ പ്രബന്ധ കുച്ച് ഇസ് തരഹ് रखना चाहिए जिससे इन यंत्रों को यह गलत फहमी हो कि इस ज़मीन पर कोई भी चीज़ इतनी महत्वपूर्ण नहीं है कि जिससे वे लाभ उड़ा सके. അപ്പം നമ്മൾ അവരെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യിക്കുന്ന രീതിയിൽ എന്താണ് മറ്റുള്ള ഗ്രഹത്തെ ഏത് ഗ്രഹത്തിൽ നിന്നാണോ അയച്ചത് അവരെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഗലത്ത് ഫഹമി മീൻസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്, അവരെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ മണ്ണിൽ, ഈ മാർസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നുമില്ല, ഈ മണ്ണിൽ ലാഭപ്രദമായിട്ട് ഒന്നും ഇല്ല എന്ന് അവരെ മനസ്സിലാക്കുന്ന രീതിയിൽ വേണം നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്യാനായിട്ട്. ഇവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവരറിയാതെ നോക്കണം. अध्यक्ष महोदय से मैं यह दरख्वास्त करता हूँ कि इस तरह का प्रबंध हमारे यहाँ किया जाए. नंबर 3 सामाजिक व्यवस्था का काम रखते थे. देखते थे. അപ്പോൾ അധ്യക്ഷ മഹോദയ പ്രസിഡന്റ് സാറിൻ്റെ അടുത്ത് പറയുകയാണ്, മേം യഹ് ദർഗവാസ്ത് കർത്താഹും. ദർഗവാസ്ത് മീൻസ് റിക്വസ്റ്റ്, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉടനെ തന്നെ ചെയ്യണം. നമ്മുടെ ഒരു എക്സിസ്റ്റൻസ് ഒന്നും അവരറിയാതെ ഇരിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഉടനെ ചെയ്യണം. അപ്പം നമ്പർ 3 സാമാജിക വ്യവസ്ഥ മീൻസ് സോഷ്യൽ സിസ്റ്റംസ് ഒക്കെ അല്ലേ, മാർസിൽ സോഷ്യൽ സിസ്റ്റംസ് ഒക്കെ നോക്കുന്നത് നമ്പർ 3. उनकी बात के जवाब में अध्यक्ष कुछ बोलने जा ही रहे थे कि ഫോൺ കി ഭണ്ടി ഭജി. അപ്പം ഈ നമ്പർ 3 പറഞ്ഞതിൻ്റെ ബേസിൽ പ്രസിഡൻറ്റ് എന്തോ പറയാനായിട്ട് തയ്യാറായി. അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്തു. അധ്യക്ഷനെ ചൊങ്ക ഉടായ, ഫോൺ എടുത്തു. 1 മിനിറ്റ് ബാദ് സഭക്കോ സംബോധിത് കർത്തെ ഹുയെ ഉനോനെ കഹ. 1 മിനിറ്റിന് ശേഷം ആ ഒരു സഭയെ സംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, भाइयों, अंतरिक्ष यान क्रमांक 1 हमारी ज़मीन पर उतर चुका है. ആ സ്പേസ് ക്രാഫ്റ്റ് ഏകദേശം നമ്മുടെ ഭൂമിയിൽ ഇറങ്ങിക്കഴിഞ്ഞു. വഹ് ദിൻ ചോട്ടു കെ ലിയെ ബഡാ ഹി മഹത്വപൂർണ്ണ ദിൻ താ. ആ ദിവസം നമ്മുടെ ചോട്ടുവിനെ അപേക്ഷിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. പാപ്പ ഉസേ കൺട്രോൾ റൂം ലേ ഗയേ ദേ. അവൻ്റെ പാപ്പ അവനെ കൺട്രോൾ റൂമിലേക്ക് അന്ന് കൂട്ടിക്കൊണ്ടുപോയി. യഹാം സെ അന്തരീക്ഷയാൻ ക്രമാങ്ക് 1 സാഫ് നസർ ആ റഹാ താ. ആ സ്പേസ് ക്രാഫ്റ്റ് അവർക്ക് കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് വളരെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. കേസ അജീബ് ലഗ് റഹാ ഹെ യഹാം അല്ലേ, അത് വളരെ ഒരു പ്രത്യേക തരത്തിലാണത് കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. ഇസ്കെ അന്തർ ക്യാ ഹോഗ പപ്പ, ഇതിൻ്റെ അകത്ത് എന്താണ് അച്ഛ എന്ന് ചോട്ടു ചോദിക്കുകയാണ്. ചോട്ടുവിനെ പൂച്ച അബി നഹി ബതായ ജ സക്ത. അപ്പം ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പാപ്പ ചോട്ടുവിനോട് പറഞ്ഞു. ദൂർ സേ ഹി ഉസ്ക നിരീക്ഷൻ ജാരി ഹെ. വളരെ ദൂരെ നിന്ന് നമുക്കതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഉസ് പർ ബരാബർ हमारा ध्यान है और उसके हर अंग पर हमारे नियंत्रण है. നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഓരോ ഭാഗവും ഓരോ പ്രത്യേക ഭാഗവും ഫുള്ളായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വക്ത് ആനെ പർ ഹി ഹം അഗല കഥം ഉടായെങ്കിൽ, ടൈം വരുമ്പോൾ അല്ലേ, സമയം വരുമ്പോൾ മാത്രമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കേണ്ടതുള്ളൂ. ഇപ്പോൾ ഫുള്ളായിട്ട് അതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. ചോട്ടു കെ പാപ്പാനെ ബതായ, ചോട്ടുവിൻ്റെ അച്ഛൻ പറഞ്ഞു. ഉനോനെ ചോട്ടു കോ ഏക് കൺസോൾ ദിഖായ ജിസ് പർ കൈ ബട്ടൺ ദേ. ചോട്ടുവിൻ്റെ പാപ്പ ചോട്ടുവിന് ഒരു കൺസോൾ കാണിച്ചു. കൺസോൾ മീൻസ് എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് പോലത്തെ ഒരു പാനലാണ്, ബട്ടൺ പാനലാണ് കൺസോൾ കാണിച്ചു. എന്നിട്ട് ജിസ് പർ കൈ ബട്ടൺ ദേ, അതിൽ കുറേ ബട്ടൺസ് ഉണ്ടായിരുന്നു. പാപ്പ കാണിച്ചു കൊടുത്ത കൺസോളിൽ കുറേ ബട്ടൺ ഉണ്ടായിരുന്നു. अब अंतरिक्ष यान से एक യാന്ത്രിക ഹാത്ത് ബാഹർ നികല. അപ്പോൾ ആ അന്തരീക്ഷ യാനത്തിൽ നിന്നും ആ സ്പേസ് ക്രാഫ്റ്റിൽ നിന്നും ഒരു യന്ത്രക്കൈ പുറത്തേക്ക് വന്നു. ഹർ പൽ ഉസ്കി ലംബായി ബഡ്തി ഹി ജാ രഹി ഹെ. ഓരോ നിമിഷവും അതിൻ്റെ കൈ ഇങ്ങനെ ലെങ്തായിട്ട് നീളം വെച്ചുകൊണ്ടിരുന്നു. വഹ് ഷായത് സമീൻ തക് പഹുഞ്ച് കർ മിട്ടി ഉഖേർ ലേന ചാത്താത. അത് ഇങ്ങനെ മണ്ണ് തൊടുന്ന രീതിയിൽ അത്രത്തോളം അതിൻ്റെ കൈ വലുതായി. എന്നിട്ട് അതിങ്ങനെ മണ്ണ് മാന്താനായിട്ട് ശ്രമിച്ചു, മണ്ണ്
കണ്ണ് എടുക്കാനാണ് ട്രൈ ചെയ്യുന്നത്. സബ് ലോഗ് സ്ക്രീൻ പർ ദിഖായി ദേ രഹി, എല്ലാവരും സ്ക്രീനിൽ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണിമ വെട്ടാതെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചോട്ടുൻ്റെ പപ്പയടക്കം. അന്തരീക്ഷ യാൻകി ഇസ് ഹർക്കത്ത് കോ ധ്യാൻ സെ ദേഖ് രഹേ ഥേ, സ്പേസ് ക്രാഫ്റ്റിൻ്റെ ആ ഒരു പ്രവൃത്തി അവരെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിവ ഏക് കെ ഉസ്കാ ധ്യാൻ കഹീം ഓർ ഹി ഥേ, പക്ഷേ ഒരാളിൻ്റെ മാത്രം ശ്രദ്ധ വേറൊരു ഭാഗത്തായിരുന്നു, വേറൊരിടത്തായിരുന്നു. ചോട്ടു കാ സാരാ ധ്യാൻ ദ കൺസോൾ പാനൽ പർ, അല്ലേ? ആരുടെ ശ്രദ്ധയാണ്? ചോട്ടുവിൻ്റെ ശ്രദ്ധയാണ്. ചോട്ടു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അച്ഛൻ കാണിച്ചു കൊടുത്ത ആ കൺസോൾ പാനലിലായിരുന്നു അവൻ്റെ ശ്രദ്ധ മുഴുവൻ. കൺസോൾ കാ ഏക് ബട്ടൺ ദബാനേക്ക് അപ്പനി ഇച്ഛാക്കോ വഹ് റോക്ക് നഹി പായ, ആ കൺസോൾ ബട്ടണിൽ കുറേ കളറിലുള്ള ബട്ടൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നെങ്കിലും പ്രസ് ചെയ്യണം എന്നുള്ള അവൻ്റെ ഒരു ആഗ്രഹം, അത് അവന് കൺട്രോൾ ചെയ്യാനേ സാധിച്ചില്ല. വഹ് ലാൽ ലാൽ ബട്ടൺ ഉസെ ബർബസ് അപ്പിനി തറഫ് ഗീഞ്ച് രഹാദ, ഇതിലൊരു നല്ല റെഡ് കളറിലുള്ള ഒരു ബട്ടൺ ഉണ്ടായിരുന്നു. ആ ബട്ടണിലേക്ക് അവൻ്റെ ചോട്ടുവിൻ്റെ ശ്രദ്ധ ആകർഷിച്ചു കൊണ്ടേയിരുന്നു. और सहसा गतरे की घंटी बजी, सबकी निगाहें കൺസോൾ की तरफ മൂടി, പെട്ടെന്ന് തന്നെ അപായമണി അടച്ചു. അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ ആ കൺസോൾ പാനലിലേക്ക് ആയിട്ട് മാറി. അപ്പം എന്താണ്, പാപ്പാനെ ചോട്ടു को अपनी तरफ गींजते हुए एक जापट रसीद कर दिया और लाल बटन को पूर्व സ്ഥിതി में ला रखा. അപ്പോൾ എന്താ സംഭവിച്ചത്? ചോട്ടു ആ ലാൽ ബട്ടണിൽ പ്രസ് ചെയ്തു. അങ്ങനെയാണ് ഗത്തരേക്ക് ഘണ്ടി ബജിയിൽ അപായ സൂചനയുള്ള ആ ബെല്ല് റിങ് ചെയ്തത്. അപ്പോൾ വേഗം എല്ലാവരും കൺസോൾ പാനലിലേക്ക് ശ്രദ്ധിച്ചു. അപ്പോൾ പാപ്പ എന്ത് ചെയ്തു? ചോട്ടുവിനെ വേഗം അവിടെ നിന്ന് വലിച്ച് മാറ്റി, അവിടെ നിന്ന് ചോട്ടുവിൻ്റെ പപ്പയുടെ അടുത്തേക്ക് മാറ്റി നിർത്തി. എന്നിട്ട് ജാപ്പ ഡ്രസ് ചെയ്ത് വാണിംഗ് കൊടുത്തു, അല്ലേ? ചീത്ത പറഞ്ഞു. എന്നിട്ട് ലാൽ ബട്ടൺ, റെഡ് ബട്ടൺ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് ആതാറ്റി. മുന്നേ എങ്ങനെയുണ്ടായിരുന്നു ആ സ്ഥിതിയിലേക്ക് തന്നെ അത് മാറ്റി. मगर उस तरफ अब अंतरिक्ष यान के उस यांत्रिक हाथ की हरकत सहसा रुक पाई थी, यंत्र बेकार हो गया था. പെട്ടെന്ന് ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ യന്ത്രക്കൈ അത് പെട്ടെന്ന് അതിൻ്റെ പ്രവർത്തനം നിന്നു. യന്ത്ര ബേക്കാർ ഹോ ഗയാ था, ആ യന്ത്രം എന്തോ കേടായി, അത് കേടായി. उधर पृथ्वी पर नेशनल एरोनॉटिक्स एंड स्पेस एडमिनिस्ट्रेशन नासा द्वारा प्रस्तुत वक्तव्य ने सबका ध्यान अपनी तरफ आकर्षित कर लिया. ഇവിടെ ഭൂമിയിൽ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, അതായത് നാസയുടെ ഫുൾ ഫോമാണത്. അപ്പം നാസയിൽ, ഇവിടെ ഭൂമിയിൽ നാസ വഴിയാണ് ഈ സ്പേസ് ക്രാഫ്റ്റ് മാർസിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ വക്തവ്യം സബ്കാ ധ്യാൻ അപ്നി തരഫ് ആകർഷിത് കർ ലിയ, എല്ലാവരുടെ ശ്രദ്ധയും അതിലാണ്. കാരണം അത് അവിടെ ചെന്നു, മാർസിൽ ചെന്നു, എന്നിട്ട് അതിൻ്റെ ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടി അത് ചെയ്യുന്നുണ്ടോ, അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്താണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നാസയിലും ഇവിടെ അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? മംഗൽ കി ധർത്തി പർ ഉത്തര ഹുവ അന്തരീക്ഷയാൻ വൈക്കിംഗ് അപ്പിന നിർദ്ധാരിത കാര്യ കർ രഹാ ഹെ. അപ്പം മംഗൾ ഗ്രഹത്തിലേക്ക് അയച്ചിട്ടുള്ള അവിടുത്തെ മണ്ണിൽ ഇറങ്ങിയ ആ സ്പേസ് ക്രാഫ്റ്റ് അത് നിർദ്ധാരിത കാര്യം, അതിനെ ഏൽപ്പിച്ചിട്ടുള്ള ആ കാര്യം അത് ചെയ്യുന്നുണ്ടോ? ഹാലാംകി ഈസ് അജ്ഞാത കാരണവശ് അന്തരീക്ഷയാൻ കാ യാന്ത്രിക് ഹാത്ത് ബേക്കാർ ഹോ ഗയാ ഹെ. എന്തോ ഒരു അജ്ഞാത കാരണവശാൽ, അതായത് അറിയാത്ത ഒരു റീസൺ കാരണം എന്തു പറ്റി എന്ന് അറിയില്ല, അങ്ങനെ ഒരു കാരണം കൊണ്ട് അതിൻ്റെ യന്ത്രക്കൈ അത് കേടായിരിക്കുകയാണ്. നാസ കെ തക്നീഷ്യൻ ഇസ് ബാരെ में जांच कर रहे हैं तथा इस यांत्रिक हाथ को दुरुस्त करने का प्रयास भी जारी है. നാസയിലെ ടെക്നീഷ്യൻസ് അതിൻ്റെ പ്രശ്നം എന്താണ്, എന്ത് പറ്റി, എന്താ കേടാകാൻ എന്താണ് എന്ന് പറഞ്ഞിട്ട് അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യന്ത്രക്കൈ ദുരുസ്ത് കർണേക്ക്, അത് വീണ്ടും ശരിയാക്കാനുള്ള പ്രയത്നത്തിലാണ് നാസയിലെ ടെക്നീഷ്യൻസ്. इसके कुछ ही दिनों बाद पृथ्वी के सभी प्रमुख अखबारों ने छापा. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മുടെ ഭൂമിയിലെ എല്ലാ പ്രമുഖമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറുകളിലും ഒരു പ്രിൻ്റ് ചെയ്ത് വന്ന ഒരു ന്യൂസ്, നാസ के टेक्नीशियनों को रिमोट कंट्रोल के सहारे वाइकिंग को दुरुस्त करने में सफलता मिली है. നാസയിലെ ടെക്നീഷ്യൻസിനെ കൊണ്ട് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ട് തന്നെ സ്പേസ് ക്രാഫ്റ്റിൻ്റെ ആ കേട് മാറ്റാൻ സാധിച്ചു, അത് ശരിയാക്കാനായിട്ട് സാധിച്ചു എന്ന് ന്യൂസ് വന്നു.
यांत्रिक हाथ ने अब मंगल की मिट्टी के विभिन्न नमूने इकट्ठे करने का काम आरंभ कर दिया है. അപ്പോൾ ആ യന്ത്രക്കൈ ഇപ്പോൾ മംഗൾ ഗ്രഹത്തിലെ മണ്ണിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മോഡലുകൾ മണ്ണ് അവിടുന്ന് അയച്ചു തുടങ്ങി, അല്ലെങ്കിൽ മണ്ണ് അത് ശേഖരിച്ചു തുടങ്ങി. पृथ्वी के वैज्ञानिक मंगल की इस मिट्टी का अध्ययन करने के लिए बड़े उत्सुक थे. ഭൂമിയിലുള്ള സയൻറ്റിസ്റ്റ് ആ മണ്ണ് വന്നതിന് ശേഷം അത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ താല്പര്യത്തോടെ വെയിറ്റിംഗ് ആയിട്ട് കാത്തിരിക്കുകയാണ്. മണ്ണിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. उन्हें उम्मीद थी कि इस मिट्टी के अध्ययन से इस बात का पता लगाया जा सकेगा कि क्या मंगल ग्रह पर भी पृथ्वी की ही तरह जीव सृष्टि का अस्तित्व है. അപ്പോൾ അവർക്ക് വിശ്വാസമുണ്ട് ആ മണ്ണിൻ്റെ പഠനത്തിന് ശേഷം, ആ മണ്ണ് വന്ന് അതിൻ്റെ പഠനത്തിന് ശേഷം ഭൂമിയിൽ എങ്ങനെ ജീവൻ നിലനിൽക്കുന്നുവോ, ജീവന് നിലനിൽക്കാൻ സാധിക്കുന്നതുവോ അതുപോലെ തന്നെ മാർസിലും ജീവന് നിലനിൽക്കാൻ സാധിക്കും എന്ന് കണ്ടെത്താനായിട്ട്, ആ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും എന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു സയൻറ്റിസ്റ്റിന്. യഹ് പ്രശ്ന ആജ് ബി ഏക് രഹസ്യ ഹെ. എന്നാൽ ആ ക്വസ്റ്റ്യൻ ഇന്നും ഒരു അവിടെ ജീവന് നിലനിൽക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു ആംബിയൻസ് ആണോ അവിടെ ഉള്ളത് എന്ന് അവർക്ക് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് വെയിറ്റിങ്ങിലായിരുന്നു. പക്ഷെ ആ ഒരു അവിടെ ജീവൻ നിലനിൽക്കുമോ ഇല്ലയോ എന്ന ആ ഒരു ക്വസ്റ്റ്യൻ ആജ് ബി ഏക് രഹസ്യ ഹേ, ഇന്നും ഒരു രഹസ്യമായി തന്നെ തുടരുന്നു. അപ്പോൾ ഇന്നും അതിനെക്കുറിച്ച് ഒരു വിവരവും പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടില്ല. അവിടെ ജീവൻ നിലനിൽക്കാൻ പറ്റുമോ, ജീവന് നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണോ മാർസിലുള്ളത് എന്ന് അറിയില്ല. പക്ഷേ നമ്മൾ അവിടെ നിന്ന് മണ്ണ് കൊണ്ടുവരാനും അത് ടെസ്റ്റ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്തിരുന്നു. അതിൻ്റെ ബേസിലാണ് ഈ ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ ചിൽഡ്രൻ, എല്ലാവർക്കും ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ചാനൽ കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.